മകളുടെ വ്യാജ പീഡന പരാതിയിൽ 18 മാസം ജയിലിൽ കിടന്ന പിതാവിനെ കോടതി കുറ്റവിമുക്തനാക്കി വിട്ടയച്ചു. അയ്യപ്പൻകോവിൽ മേരുകുളം സ്വദേശിയാണ് 18 മാസം വ്യാജ പരാതിയിൽ ജയിലിൽ കഴിയേണ്ടി വന്നത്. ഉപ്പുതറ പോലീസ് എടുത്ത കേസിലാണ് ആരോപണ വിധേയനെ വിട്ടയച്ചത്. സ്വന്തം പിതാവിനെതിരെ മകൾ നൽകിയ പീഡനക്കേസിൽ പിതാവിനെ കോടതി വിട്ടയച്ചു. അയ്യപ്പൻകോവിൽ മേരുകുളം സ്വദേശിക്കെതിരെ ഉപ്പുതറ പോലീസെടുത്ത കേസിലാണ് കോടതി നടപടി. കട്ടപ്പന ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി GR ബിൽക്കുലാണ് വിധി പറഞ്ഞത്. കോളേജ് വിദ്യാർത്ഥിനിയായ മകളുടെ ഒരു യുവാവുമായുള്ള ബന്ധത്തെ പിതാവ് എതിർത്തതും വഴക്കു പറഞ്ഞതുമാണ് പരാതിക്ക് കാരണമെന്ന വാദം അംഗീകരിച്ചാണ് കോടതി ആരോപണ വിധേയനെ വിട്ടയച്ചത്. വിഷയം മൊത്തത്തിൽ വിഷയമാണ്. ഇത്ര ഒരു ഇതാകാൻ വന്ന കാരണമാണ്. ഞാനങ്ങനെ പറയുന്നത് കൊച്ചിന് ഇഷ്ടമല്ലായിരുന്നു. പമ്മിൽ പോയിരുന്ന് ഫോൺ വിളിയും ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കൊച്ച് പറയുന്ന കാര്യങ്ങൾ, ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ മൊത്തം കൊച്ച് അവരുടെ വീട്ടിലോട്ട് ഫോൺ വിളിച്ചറിയിക്കാമെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ അവരാണ് ഇതിനകത്ത് ഭയങ്കരമായിട്ട് കൈ വെച്ച് നിന്നത്. അതുകൊണ്ട് അവരെ കൊണ്ട് അവർ ചെയ്യിപ്പിച്ചതാണ്. അതെനിക്ക് ഉറപ്പായി. ഞാൻ അറിയുകയും ചെയ്തു കൊച്ചിനെ കൊണ്ട് ജയിപ്പിച്ചാന്നും പറഞ്ഞു. കൊച്ചി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതുകൊണ്ട് എനിക്കറിയാം എൻ്റെ ഭർത്താവ് നിരപരാധിയാണ്. കൊച്ചി വെക്കേഷൻ ആകുമ്പോഴല്ലേ സ്കൂളിൽ നിന്ന് ഇവിടെ വരുന്നത്. അതുകൊണ്ട് 10 ദിവസം നിൽക്കും, അല്ല 3 മാസം നിൽക്കും. അപ്പം ഞങ്ങൾ കൂടെ ഉണ്ടല്ലോ. ഞാൻ എൻ്റെ ഒരു ഭാര്യയല്ല, എനിക്കറിയാമല്ലോ എൻ്റെ ഭർത്താവ് നിരപരാധിയെന്ന്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കുറ്റം എനിക്ക് തിരുത്തി എടുക്കാനും അറിയാം. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് എനിക്ക്. പ്രതിഭാഗത്തിനായി അഭിഭാഷകരായ ജോബി ജോർജ്, ബൈജു എബ്രഹാം, ജെയിംസ് കാപ്പൻ, ബൈജു ബാലകൃഷ്ണൻ, ഫിനിഷ് വിജയൻ, അലൻ ബെന്നി എന്നിവർ ഹാജരായി. ആദിവാസി സമൂഹത്തോട് നമ്മളുടെ നിയമ സംവിധാനം കാണിക്കുന്ന ക്രൂരതയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഞാനും എൻ്റെ പ്രിയ സ്നേഹിതൻ അഡ്വക്കേറ്റ് ജോബി ജോർജും ബൈജു എബ്രഹാമും കൂടി കട്ടപ്പന പോക്സോ കോടതിയിൽ ഹാജരായി ഒരു കുറ്റവാളി എന്ന് കരുതിയിരുന്ന ഒരു സമൂഹം ഒന്നടങ്കം ഒരു കുടുംബത്തെ അവരുടെ ഊരിൽ നിന്നും പുറത്താക്കിയ ഒരു സംവിധാനത്തിനെതിരെയുള്ള ഒരു നടപടിയുടെ ഭാഗമായി നിയമത്തിൻ്റെ സർവ്വ നൂലാമാലകളും കീറി മുറിച്ചുകൊണ്ട് ഒരു നിരപരാധിയെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമായി. നീതിപീഠത്തോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഒരു നിരപരാധിയെ ജാമ്യം പോലും കൊടുക്കാതെ എത്ര നാൾ ഇങ്ങനെ ക്രൂശിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ നിയമത്തിൻ്റെ മുന്നിൽ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കണ്ടപ്പോൾ സമൂഹത്തിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു മാന്യതയും അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ആദരവുമാണ് അഭിഭാഷക വൃത്തിയിൽ തുടരുന്ന എനിക്കും അഡ്വക്കേറ്റ് ജോബി ജോർജിനും അതുപോലെ ബൈജു എബ്രഹാമിനും ഒക്കെ വളരെയധികം സന്തോഷമാണ് ഈ അവസരത്തിലുള്ളത്. അഭിഭാഷകർ പലതവണ ജാമ്യത്തിന് ശ്രമിച്ചുവെങ്കിലും ജാമ്യം ലഭിച്ചിരുന്നില്ല. 18 മാസത്തെ ജയിൽവാസത്തിന് ശേഷം കുറ്റവിമുക്തനായാണ് പുറത്തിറങ്ങാനായത്. നിസ്സാര ഫീസ് വാങ്ങിയാണ് അഭിഭാഷകർ മേരുകുളം സ്വദേശിക്ക് വേണ്ടി കോടതിയിൽ വാദിച്ചത്. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.